ഈ വീഡിയോയിൽ നമ്മൾ ലെൻസസിന്റെ ലെറ്റ്സ് അസസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇസ് 20 സെന്റിമീറ്റർ. ഇവിടെ ആദ്യം തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഇതിൽ ഏത് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. സോ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഇവിടെ +20 സെന്റിമീറ്റർ ആണ്. സൈനും നമ്മൾ അതോടൊപ്പം പറഞ്ഞു പോവാണ്. An object of height 3 cm is located at a distance of 60 cm. ഇവിടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. HO എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. HO എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് ആക്സിസിന് മുകളിലായതുകൊണ്ട് അത് +3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഒപ്റ്റിക് ആക്സിസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന്, അതായത് മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസിൽ നിന്ന് 60 സെന്റിമീറ്റർ അകലത്തിലാണ് ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ U എന്ന് പറഞ്ഞത് എന്തായിരിക്കും? -60 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ മിക്കലും കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. സോ U എന്ന് പറഞ്ഞത് ഇൻസിഡന്റ് റേയുടെ നേരെ ഓപ്പോസിറ്റ് അളക്കുന്നത് കൊണ്ട് ഇവിടുത്തെ U എന്ന് പറയുന്നത് -60 ആണ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന ഇമേജിന്റെ ഹൈറ്റ് HI എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകളും എഴുതണം. അപ്പൊ നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം. തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമ്മൾ എടുത്തെഴുതി, F എടുത്തെഴുതി, HU. A ക്വസ്റ്റ്യനായ HI ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ HI വരുന്ന ഒരു ഫോമുല നമുക്കറിയാം. M എന്ന് പറഞ്ഞത് HI/HO ഈസ് ഈക്വൽ ടു V/U. മാഗ്നിഫിക്കേഷനെ കുറിച്ചിട്ട് ഇവിടെ ഒന്നും തന്നിട്ടില്ല. സോ ഈ ഒരു ഫോമുലയിൽ തന്നെ നമുക്ക് HI കണ്ടുപിടിക്കാം. ഇപ്പൊ ഇതിലില്ലാത്തത് V മാത്രമാണ്. സോ V ഉള്ള ഫോമുല ആദ്യം കണ്ടുപിടിക്കുക. 1/F എന്ന് പറഞ്ഞത് 1/V മൈനസ് 1/U. ഈ 1/V ഇവിടെ നിർത്താം, 1/U ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 1/F പ്ലസ് 1/U. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? U പ്ലസ് F ഡിവൈഡഡ് ബൈ U ഇൻറ്റു F ഈസ് ഈക്വൽ ടു 1/V. റെസിപ്രോക്കൽ ഇടുമ്പോൾ U ഇൻറ്റു F ബൈ U പ്ലസ് F ഈസ് ഈക്വൽ ടു V. ഈ ഒരു ഫോമുല കാണാപ്പാടം പഠിച്ചു വെച്ചു. ഇതിൽ നിന്ന് എടുത്ത് എഴുതാനൊന്നും നിൽക്കേണ്ട, പരീക്ഷയ്ക്ക് നേരം പോകും. V ഈസ് ഈക്വൽ ടു U ഇൻറ്റു F ഡിവൈഡ് ബൈ U പ്ലസ് F. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U എന്ന് പറഞ്ഞത് -60 ആണ്, ഇൻറ്റു +20, F എന്ന് പറയുന്നത് +20 ഡിവൈഡഡ് ബൈ -60 പ്ലസ് +20. അപ്പൊ എത്ര കിട്ടും? -60 ഇൻറ്റു +20 എന്ന് പറയുമ്പോൾ -1200 കിട്ടും, ഡിവൈഡഡ് ബൈ -60 + 20 എന്ന് പറയുമ്പോൾ -40 കിട്ടും. വെട്ടുമ്പോൾ നമുക്ക് V എന്ന് പറഞ്ഞത് +30 സെന്റിമീറ്റർ ആണ് കിട്ടി. അപ്പൊ നമുക്കിവിടെ V എന്ന് പറഞ്ഞത് +30 എന്ന് കിട്ടി അല്ലേ? ഇനി നമ്മൾ നേരെ HI വെച്ചിട്ടുള്ള ആ ഫോമുല ഇവിടെ എമ്മിന് മാറ്റി നിർത്താം. HI/HO ഈസ് ഈക്വൽ ടു V/U. ഈ ഒരു ഫോമുലയിൽ നിന്ന് തന്നെ നമുക്ക് HI കണ്ടുപിടിക്കാം. ഈ HO, Vയും U ഒക്കെ നമുക്ക് കിട്ടി. സോ HI എന്ന് പറയുമ്പോൾ ഈ HOനെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ന്യൂമറേറ്ററിലായിട്ട് മാറും, HO ഇൻറ്റു V/U. ഇനി HO എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു V എന്ന് പറയുന്നത് 30 ബൈ U എന്ന് പറയുന്നത് -60. ഇനി വെട്ടുമ്പോൾ നോക്കി, 30 ബൈ -20 ഈസ് ഈക്വൽ ടു -3/2 ഈസ് ഈക്വൽ ടു -1.5 സെന്റിമീറ്റർ. കണ്ട, HI എന്ന് പറഞ്ഞത് -1.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. മാഗ്നിഫിക്കേഷൻ തരാത്ത കേസിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. സോ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി B ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ, ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണമെങ്കിൽ നമുക്ക് ആ ഒരു ഫിഗർ റഫായിട്ട് വരച്ചേ പറ്റൂ. അപ്പൊ HI എന്ന് പറയുന്നത് -1.5 സെന്റിമീറ്റർ ആണ് കിട്ടി. B എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് നമ്മൾ റഫായിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കുക. F 2F F 2F. ഇനി ഇവിടെ നോക്കി, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് 20 ആണ്. അപ്പോൾ ഒപ്റ്റിക് സെന്റർ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഈ ദൂരം 20. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 40. 2F വരുന്നത് 40 ആയിരിക്കും. കണ്ടാ? അതേപോലെ തന്നെ ഇവിടെ 20 ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം.
പിന്നെ ഇവിടെ നിങ്ങളുള്ള ദൂരം 40 ആയിരിക്കും. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഇനി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് യു എന്ന് പറഞ്ഞ് -60 ആണ്. കണ്ട 60 എന്ന് പറയുമ്പോൾ 40യുടെ ഇപ്പുറത്തായിട്ടാണ് 50, 60 ഒക്കെ വരുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് വരുന്നത് എന്തിലാണ്? ബിയോണ്ട് 2F. 2Fന്റെ ബാക്കിലാണ് എന്ത് വരുന്നത്? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വരുന്നത്. മനസ്സിലായ? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ബിയോണ്ട് 2Fലാണ് വരുന്നത്. ഇനി ബി ഇവിടെ വരുന്നത് 30 അല്ലെ? 30 എന്ന് പറയുമ്പോൾ 20യുടെയും 40യുടെയും ഇടയിൽ ഈ ഇവിടെയാണ് ഇമേജ് വരുന്നത്. കണ്ട 20യുടെയും 40യുടെയും ഇടയിൽ, അതായത് ഡിസ്റ്റൻസ് ടു ദ ഇമേജ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടുത്തെ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. അപ്പോൾ ബിയോണ്ട് 2F എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fലാണ്. ഇനി ഇമേജ് എഫ് ആൻഡ് 2Fന്റെ ഇടയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞാലും നമ്മൾ ഓർക്കണം ഒബ്ജക്റ്റ് വെക്കുന്നത് ബിയോണ്ട് 2Fലായിരിക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? അത് ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴാൻ നിൽക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ റിയൽ ആയിരിക്കും, അതുപോലെ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇമേജ് ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പൊ റഫ് ആയിട്ടൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇമേജിന്റെ പെക്യുലാരിറ്റീസ് എഴുതാം. ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, സ്മോൾ ഇമേജ് ആയിരിക്കും. അപ്പൊ ബി ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഡിമിനിഷ്ഡ്. ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഇസ് 20 സെന്റിമീറ്റർ. ഇവിടുത്തെ ലെൻസ് ഏതാന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, എന്നാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ലെൻസ് അറിയാത്തത് കൊണ്ട് ഇത് +20 ആണോ -20 ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. അടുത്ത 2 വരിയിൽ അത് ഏത് ലെൻസാന്ന് ഉള്ളതിന്റെ ഹിന്റ് അടുത്ത സെന്റൻസിൽ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നോക്കിയേ. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ അവേ ഫ്രം ദ ലെൻസ്. അപ്പൊ ഇവിടുത്തെ യു എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ്. എത്ര അകലത്തിൽ സ്ക്രീൻ വെച്ചാലാണ് അവിടെ ഒരു ക്ലിയർ ഇമേജ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്ലിയർ ഇമേജ് അഥവാ നമുക്ക് ഒരു സ്ക്രീനിൽ ഇമേജ് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കണ്ട, അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇവിടെ +20 സെന്റിമീറ്റർ ആയിട്ട് മാറും. യു എന്ന് പറയുന്നത് -30 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ എത്ര അകലത്തിൽ സ്ക്രീൻ വെച്ചാലാണ് അവിടെ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് വി ആണ്. ഡിസ്റ്റൻസ് ടു ദ ഇമേജ് അവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. ആ ഒരു കാര്യം കൂടി ഓർക്കാം. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ. ഇവിടെ HO എന്ന് പറഞ്ഞത് 1.2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ ഇമേജിന്റെ ഹൈറ്റ്, അതായത് HI എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. നമുക്കത് നോക്കാം. ഇവിടെ ക്വസ്റ്റിൽ തന്നേക്കുന്നത് എഫ് എന്ന് പറഞ്ഞത് +20 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ യു എന്ന് പറഞ്ഞത് -30 സെന്റിമീറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, അതായത് വി. ഏത് തരത്തിൽ സ്ക്രീൻ വെച്ചാലും നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടുക എന്ന് പറയുമ്പോൾ വി തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ വി എന്ന് പറഞ്ഞത് UF/U+F, ആ ഒരു ഫോർമുല ഇസ് ഈക്വൽ ടു -30 × +20 ഡിവൈഡഡ് ബൈ യു -30 +20. ഇപ്പം എത്ര വരും? -30 × 20 -600 ഡിവൈഡഡ് ബൈ -30 +20 എന്ന് പറയുമ്പോൾ -10. വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. +60 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ ഇവിടുത്തെ വി എന്ന് പറയുന്നത് +60 സെന്റിമീറ്റർ ആണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാൻ. അതായത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1.2 സെന്റിമീറ്റർ ആണെങ്കിൽ അവിടുത്തെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് കണക്ട് ചെയ്യുന്ന ഫോർമുല M = HI/HO = V/U. ഇവിടെ മാഗ്നിഫിക്കേഷനെ കുറിച്ച് നമുക്കൊന്നും തന്നിട്ടില്ല. വി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, +60 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ HI/HO = V/U. ഈ ഒരു ഫോർമുല എടുക്കുക. ഇതിന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജിലേക്ക് കൊണ്ടുവരാം. അതായത് HI = HO × V/U. HO എന്ന് പറഞ്ഞത് 1.2 × V എന്ന് പറയുന്നത് 60/-30. അപ്പൊ ഇത് വെട്ടുമ്പോൾ എത്ര കിട്ടും? 2. അതായത് 1.2 × -2, അതായത് -2.4 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ HI ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞത് -2.4 സെന്റിമീറ്റർ ആണ്. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഇസ് 100 മില്ലിമീറ്റർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ F എന്ന് പറയുന്നത് 100 മില്ലിമീറ്റർ ആണ്.
An object of height HO എന്ന് പറയുന്നത് 15 millimeter ആണ്. ഈസ് ലൊക്കേറ്റഡ് 60 millimeter ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓൺ ഇറ്റ്സ് ഒപ്റ്റിക് ആക്സിസ്. ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 millimeter ആണ്. അതായത് ഒപ്റ്റിക് ആക്സിസിലെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എത്ര അകലത്തിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? 60 millimeter. അവിടുത്തെ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് +100 millimeter ആയിരിക്കും. യു എന്ന് പറയുന്നത് -60 millimeter ആയിരിക്കും. അതിൻ്റെ ഒരു റേ ഡയഗ്രാം ഗ്രാഫ് പേപ്പറിൽ വരച്ച് അതിൻ്റെ പൊസിഷനും അതുപോലെ ഹൈറ്റും, ഇമേജിൻ്റെ പൊസിഷനും ഹൈറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഈസ് 20 millimeter. ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ യു എന്ന് പറയുന്നത് 20 millimeter ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 20 millimeter ആണെങ്കിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ക്വസ്റ്റിൽ തന്നേക്കുന്നതൊക്കെ നമ്മൾ എടുത്തെഴുതി. ഇവിടെ മില്ലിമീറ്ററിലാണ് എല്ലാ അളവുകളും തന്നേക്കുന്നത്. എഫ് എന്ന് പറഞ്ഞത് +100, HO എന്ന് പറയുന്നത് 50, യു എന്ന് പറയുന്നത് -60. അപ്പോൾ ഏകദേശം നമുക്ക് +100 millimeter ആണെങ്കിൽ ഗ്രാഫ് പേപ്പറിന്റെ ഒരു കട്ട എന്ന് പറഞ്ഞത് നമുക്ക് 20 millimeter ആയിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം 5 കട്ടോട് കൂടിയിട്ട് ഇത് 2 × 5 100 millimeterലേക്ക് എത്തും. അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 20 millimeter, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും 20 millimeter ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടാം. ഇവിടെ നോക്കി ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? ഈ സൈഡിലായിരിക്കും. ലെൻസിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന വി, ഡിസ്റ്റൻസ് ടു ദ ഇമേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കണ്ട, ആ ഇൻസിഡന്റ് റേയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വി നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വി എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു ഗ്രാഫ് പേപ്പർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇമേജ് ഫോർമേഷൻ ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇവിടെ വി, ഇൻസിഡന്റ് റേയുടെ നേരെ ഓപ്പോസിറ്റ് അളക്കുകയാണെങ്കിൽ വി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു റഫ് മോഡല്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജും പൊസിഷൻ ഓഫ് ദ ഇമേജുമാണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജും പൊസിഷൻ ഓഫ് ദ ഇമേജും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് HIയും വിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദ ഇമേജ്. അപ്പൊ സാധാരണ പോലെ വി എന്ന് പറഞ്ഞത് U × F ഡിവൈഡഡ് ബൈ U + F എന്ന് പറഞ്ഞാൽ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U എന്ന് പറഞ്ഞത് -60 × 100 ഡിവൈഡഡ് ബൈ -60 + 100 എത്ര കിട്ടും? -6000 ബൈ മൈനസ് ഇല്ല 40 വെട്ടിക്കളയുമ്പോൾ നമുക്ക് 302, അതായത് -150 millimeter. കണ്ട, ഇവിടെ വി എന്ന് പറഞ്ഞത് മൈനസ് വന്നു. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് മൈനസ് ആണ് വരുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ച് ആ ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് വി എത്രയെന്ന് കിട്ടി? -150 millimeter എന്ന് കിട്ടി. ഇനി നമ്മളോട് HI കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ HI കണ്ടുപിടിക്കാൻ നമ്മൾ മാഗ്നിഫിക്കേഷൻ വെച്ചിട്ടുള്ള ആ ഒരു ഫോർമുല M = HI/HO = V/U. ഈ മാഗ്നിഫിക്കേഷൻ നോക്കണ്ട, ഈ ഒരു 4 ഇത് കണക്ട് ചെയ്താൽ മതി. HI = HO × V/U. HO എന്ന് പറഞ്ഞത് 15 ആണ്, ഇൻറ്റു V എന്ന് പറഞ്ഞത് -150 ബൈ -60. അപ്പൊ എത്ര വരും? ഇവിടെ ഇത് വെട്ടിപ്പോയി. 50 എന്ന് പറയുമ്പോൾ 5, 2. അപ്പൊ ഇവിടെ 15 × 5 75 ഡിവൈഡ് ബൈ 2 കിട്ടും. അതായത് 37.5 millimeter. കണ്ട, 37.5 millimeter. അപ്പൊ ഇവിടുത്തെ HI എന്ന് പറഞ്ഞത് 37.5 millimeter. അപ്പൊ രണ്ട് കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. എയിൽ ഗ്രാഫ് വരച്ചു, അതേപോലെ തന്നെ HI പൊസിഷൻ ഓഫ് ദ ഇമേജ് വിയും കണ്ടുപിടിച്ചു, ഹൈറ്റ് ഓഫ് ദ ഇമേജും നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് -20 millimeter ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് സാധാരണ പോലെ തന്നെ എത്രയാണ്? +100 millimeter ആണ്. അപ്പം നമ്മളോട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ M = V/U എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല, യു ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഫോർമുല നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വി തന്നിട്ടില്ല, വി നമ്മൾ കണ്ടുപിടിക്കണം. മുമ്പത്തെ വി നമുക്ക് എടുക്കാൻ പറ്റില്ല. -20 millimeter ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഇമേജ് എവിടെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വി എന്ന് പറഞ്ഞത് U × F ഡിവൈഡഡ് ബൈ U + F. എത്രയാണ്? -20 × 100
by minus 20 plus 100 is equal to minus 2000 by 80. വെട്ടിച്ചെറുതാക്കുമ്പോൾ 100, 4, 50 to 25. അതായത് -25 മില്ലിമീറ്റർ എന്ന് ആൻസർ കിട്ടും. കണ്ട, അപ്പോൾ ബി എന്ന് പറഞ്ഞത് -25 മില്ലിമീറ്റർ. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ ചെയ്യാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത് m=v/u ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -25 ഡിവൈഡഡ് ബൈ, ഇനി യു എന്ന് പറഞ്ഞത് -20, അപ്പം എത്ര വരും? 5, 4. അതായത് 5/4 എന്ന് പറഞ്ഞത് പ്ലസ് 1.25. മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. 5 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 141.0. 2 4s are 8. 2 വീണ്ടും 0 എടുക്കുമ്പോൾ 5. കണ്ട, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ പ്ലസ് 5/4 എന്ന് പറയുമ്പോൾ പ്ലസ് 1.25 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം കണ്ടുപിടിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 4 സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ റിഗാർഡിംഗ് ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. അതിനോടനുബന്ധിച്ച് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇമേജ് ഫോർമേഷനോട് കണക്ട് ചെയ്യുന്ന 4 സ്റ്റേറ്റ്മെന്റ്. ഇതിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ ഇമേജ് എന്തായിരിക്കും? അത് വെർച്വൽ ആയിരിക്കും. വെർച്വലിന്റെ ഒപ്പം വരുന്നതാണ് ഇറക്റ്റും ഡിമിനിഷ്ഡ് ആയിരിക്കും. സ്മോൾ ഇമേജ് അവിടെ കിട്ടുക. 3 കാര്യങ്ങൾ: വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് അഥവാ സ്മോൾ ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുക. ഫസ്റ്റത്തെ ഓപ്ഷനിൽ നോക്കി, ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ ഈ ഒരു ആൻസർ തെറ്റായിരിക്കും. ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ, കറക്റ്റ് ആണ്. ഇനി ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ. മാഗ്നിഫൈഡ് എന്ന് പറയുന്നത് വലിയ ഇമേജ് ആണ് അവിടെ കിട്ടുക, അല്ല. അപ്പോൾ അത് തെറ്റാണ്. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഒന്ന് ഓപ്ഷനിൽ നോക്കി, ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, തെറ്റാണ്. ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, തെറ്റാണ്. സെക്കൻഡും 4th സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അല്ലേ? കറക്റ്റ് ആണ്. ഓൺലി ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറഞ്ഞത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, അതേപോലെ തന്നെ 4th സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ കോൺകേവ് ലെൻസ് ആസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 50 സെന്റിമീറ്റർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് -50 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പവർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് അതിന്റെ ആൻസറിലോട്ട് കിടക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് തന്നതുകൊണ്ട് അത് -50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കോൺകേവ് ലെൻസിന്റെ ഇതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ടു. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, പവർ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് പവർ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും മീറ്ററിലായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പവർ എപ്പോഴും മീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുക. സോ സെന്റിമീറ്ററിനെ നമ്മൾ ആദ്യം തന്നെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു മീറ്റർ എന്ന് പറഞ്ഞത് 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് വെക്കാൻ 100നെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 1/100, അതായത് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് -50/100 മീറ്റർ എന്ന് വരും. ഇത് നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? P എന്ന് പറഞ്ഞത് 1/f ആണ്. സോ 1 ഡിവൈഡഡ് ബൈ -50/100. ഇത് ചെയ്യാത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ട് 50/100 എന്ന് പറയുമ്പോൾ 1/2 0.5 എന്ന് വരും. പോയിന്റിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം നേരിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതൊക്കെ ഒരു ട്രിക്കാണ് കേട്ടോ. പോയിന്റ് വരാണ്ടിരിക്കാനും ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് തീർക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇട്ട് ചെയ്തു. സോ 100 മുകളിൽ വന്നു, -100/50 എന്ന് വന്നു. വെട്ടി ചെറുതാക്കുമ്പോൾ -2 ഡയോപ്റ്റർ. കണ്ട, പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. സോ -2 ഡയോപ്റ്റർ എന്ന് തന്നെ എഴുതണം. ഡയോപ്റ്റർ എഴുതിയില്ലെങ്കിൽ അവിടെ മാർക്ക് പോകും.
6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എ ടെലസ്കോപ്പ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അവിടെ 2 ടൈപ്പ് ഓഫ് ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. ഇത് രണ്ടും കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ 2 ലെൻസിന്റെ പേരെന്താണ്, ഐ പീസും ഒബ്ജക്റ്റീവും. ഇതിൽ ഏതിന്റെയാണ് ഫോക്കൽ ലെങ്ത് കൂടുതലുള്ളത്, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഐ പീസ് ലെൻസിനേക്കാളും കൂടുതലുള്ളത്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കൂടുതൽ. അപ്പൊ ഇതിലെ സ്റ്റേറ്റ്മെന്റ് നോക്കി നിങ്ങൾ, ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ കണ്ട തെറ്റാണ്, ഈ ഓപ്ഷൻ തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പീസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഇത് കറക്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് ആർ കോൺകേവ് ലെൻസസ് ആണോ, അല്ല, അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ ബി കോൺകേവ്. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാൻ തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പീസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. പിന്നെ ഇത് രണ്ടിലുമുള്ള ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ് ഇത് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ മുമ്പിലായിട്ട് ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, അതായത് തല കീഴാൻ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. നമുക്കറിയാം കോൺകേവ് ലെൻസിൽ എല്ലാ കാര്യത്തിലും ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ പറ്റും, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിലാണ് നമ്മൾ 5 റേ ഡയഗ്രാം പഠിച്ചതിൽ അതിൽ 4 ഇൻവേർട്ടഡും റിയൽ ആയിട്ടുള്ള ഇമേജസ് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത് അതൊരു റിയൽ ഇമേജ് ആയിരിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. യഥാർത്ഥമായ പ്രതിബിംബമായിരിക്കും ഇവിടെ കിട്ടുക. കോൺകേവ് ലെൻസിലാണ് മിഥ്യയായിട്ടുള്ള പ്രതിബിംബം കിട്ടുന്നത്. വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് അനദർ ഇമേജ് ഓഫ് ദിസ് ഒബ്റ്റെയിൻഡ് ഇമേജ്. ഈ ഉണ്ടാവുന്ന ഇമേജിന്റെ അനദർ ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഇമേജ് എന്ന് പറയുന്നത്, അതായത് സെയിം സൈസുള്ള ഇമേജ് കിട്ടണം, ഇറക്റ്റ് ആയിരിക്കണം, റിയൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഉണ്ടായിക്കുന്ന ആ ഇമേജിന്റെ മറ്റൊരു ഇമേജ് നമുക്ക് കിട്ടണം. ആ ഇമേജ് എന്ന് പറയുന്നത്, ഉണ്ടാവണ ഇമേജ് എന്ന് പറയുന്നത് സെയിം സൈസ് ആയിരിക്കണം, ഇറക്റ്റ് ആയിരിക്കണം, റിയൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഇമേജിനാണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം സൈസുള്ള ഇമേജ് കിട്ടണമെങ്കിൽ, അതിപ്പോ ഇമേജിന്റെ ഇമേജ് ആയാലും ഒബ്ജക്റ്റിന്റെ ഇമേജ് ആയാലും എന്ത് കിട്ടണമെങ്കിലും ഒബ്ജക്റ്റ് എവിടെ കൊണ്ടുവയ്ക്കണം, 2f. കോൺവെക്സ് ലെൻസിന്റെ 2f കൊണ്ട് വെച്ചാലാണ് നമുക്ക് അങ്ങനത്തെ സെയിം സൈസുള്ളൊരു ഇമേജ് കിട്ടുള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ആൻ ഇമേജ് ദാറ്റ് ഈസ് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഈസ് ഒബ്റ്റെയിൻഡ്. ഇറക്റ്റ് ഇമേജും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുന്നെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലെൻസാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം ഇറക്റ്റ് ഇമേജ് ഒക്കെ ആകുമ്പോൾ അതൊരു കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ചിലവർക്ക് ഇവിടെ ഒരു സംശയം വരും, അതായത് ഇറക്റ്റ് നമ്മുടെ കോൺവെക്സ് ലെൻസിലും 5ാമത്തെ റേ ഡയഗ്രാമിലും നമ്മൾ ഇറക്റ്റ് ആൻഡ് എന്താ പറയുക, ഇറക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇമേജിന്റെ പെക്യുലാരിറ്റീസ് വരുന്നുണ്ട് കോൺവെക്സ് ലെൻസിൽ. പക്ഷെ അടുത്തൊരു വാക്ക് നോക്കി നിങ്ങൾ, ഡിമിനിഷ്ഡ്. നമ്മൾ കോൺവെക്സ് ലെൻസിൽ അവസാനത്തെ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൽ വെക്കുമ്പോൾ നമുക്ക് ഇറക്റ്റ് ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഡിമിനിഷ്ഡ് സ്മോൾ ഇമേജ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ കോൺവെക്സ് ലെൻസിൽ നമുക്ക് വലിയ ഇമേജാണ് കിട്ടുന്നത്, മാഗ്നിഫൈഡ് ഇമേജാണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറക്റ്റ് എന്ന് കാണുമ്പോഴേക്കും അവസാനത്തെ കോൺവെക്സ് ലെൻസിന്റെ സംഭവം എടുത്ത് എഴുതാൻ പാടില്ല. കോൺവെക്സ് ലെൻസിൽ മാഗ്നിഫൈഡ് ഇമേജാണ് കിട്ടുന്നത്. പക്ഷെ എല്ലാ കോൺകേവ് ലെൻസിലും ഇറക്റ്റ്, വെർച്വൽ, ഡിമിനിഷ്ഡ് ആയ ഇമേജസ് ഒക്കെ കോൺകേവ് ലെൻസാണ് ഫോം ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓർത്തതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്, കോൺകേവ് ലെൻസ് ആണ്. അതുപോലെ തന്നെ റേ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഈ കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രാം ആണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഒരു റേ കണ്ട ഇവിടെ തട്ടി ഇങ്ങോട്ട് പോകുന്നു, ഒരെണ്ണം ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ ഇത് നമ്മൾ ഇതിങ്ങനെ കൂട്ടി, കോൺകേവ് ലെൻസ് എന്നൊക്കെ പറയുമ്പോൾ മിഥ്യയാണല്ലോ, വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 2 ലൈനും കൂട്ടി യോജിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഇതാണ് ഇമേജ്. അപ്പൊ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിലായിരിക്കും മിക്ക ഇമേജസ് ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ റേ ഡയഗ്രാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ദ ഇമേജ് ഒബ്റ്റെയിൻഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ്. കറക്റ്റ് ആയിട്ട് ലെൻസിന്റെ ഏത് ഭാഗത്താണ് ഒബ്ജക്റ്റ് വെച്ചേക്കണേന്ന് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ
ലെൻസിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ സംഭവം ഈ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ അപ്പൊ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയണം ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ബിയോണ്ട് 2Fലാണ്. കണ്ട 2Fന്റെ ബാക്കിലായിട്ടാണ്, ഈ ഒരു ഓപ്ഷനിലേക്ക് പോവാണ്ട് തന്നെ ബിയോണ്ട് 2Fലാണ് ഇവിടെ ഇമേജ് ഫോർമേഷൻ നടന്നത്. ബിയോണ്ട് 2Fൽ ഇമേജ് വരണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കണം അതൊക്കെ അറിഞ്ഞിരിക്കണം. എഫിന്റെയും 2Fന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാലാണ് ബിയോണ്ട് 2Fൽ ഇമേജ് ഫോർമേഷൻ നടക്കുള്ളൂ. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇഫ് PQ ഈസ് എ ലെൻസ് ഇൻ ദ ഫിഗർ, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഡസ് PQ റെപ്രസെന്റ്? കണ്ട ഇവിടെ ഇമേജ് നോക്കി, ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇൻവേർട്ടഡ് ഇമേജ് മിക്കതിലും കോൺവെക്സ് ലെൻസിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ PQ എന്ന് പറഞ്ഞ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഇവിടെ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പൊസിഷൻ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല, റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ബിയോണ്ട് 2Fൽ ഉണ്ടെങ്കിൽ ഇമേജ് ഫോർമേഷൻ നടന്നെങ്കിൽ എഫിന്റെയും 2Fന്റെയും ഇടയിലായിരിക്കും ഒബ്ജക്റ്റ് വെക്കുക. റേ ഡയഗ്രാം വരച്ചിട്ട് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് കണ്ട, ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട് ബിയോണ്ട് 2F അഥവാ 2Fന്റെ ബാക്കിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഇമേജ് ഫോർമേഷൻ ബിയോണ്ട് 2F ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ഇടയിലായിരിക്കണം? ഇതാണ് ഒബ്ജക്റ്റ്. കണ്ട, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F. F ആൻഡ് 2Fന്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ബിയോണ്ട് 2Fൽ ഇമേജ് ഫോർമേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആൻസർ എഴുതി. പിന്നെ ഈ എഫിന് പകരം ഈ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങോട്ട് തെറ്റിടും. ഇതിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഈ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തും എഫ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. സോ ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് തന്നെ എഴുതണം. അപ്പൊ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എവിടെയാണ്? ബിറ്റ്വീൻ F ആൻഡ് 2F. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അപ്പോൾ ബിറ്റ്വീൻ F ആൻഡ് 2Fൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ബിയോണ്ട് 2Fൽ ഇമേജ് ഫോർമേഷൻ നടന്നെങ്കിൽ ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. വലിയ ഇമേജാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജാണ് നമുക്ക് അവിടെ കിട്ടുന്നെങ്കിൽ ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. കണ്ട, ഒന്ന് തിരിച്ചു ചോദിച്ചെന്നുള്ളൂ. ഇമേജ് അവിടെ വലിയ ഇമേജ് കിട്ടണേ. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കും? ചെറിയതായിരിക്കും. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് കിട്ടുന്നത് കൊണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്മോളർ സൈസുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ലെസ്സർ എന്നാണ്. അപ്പൊ പഠിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 10ാമത്തെ നോക്കിയേ, ഇവിടെ ഐറ്റംസ് മാച്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടെണ്ണത്തിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? HI/HO അതുപോലെ തന്നെ V/U. അപ്പൊ ഇത് രണ്ടും മാച്ച് ചെയ്തു. ഇനി പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. പവർ ഓഫ് ദ ലെൻസ് എങ്ങനെ കണ്ടുപിടിക്കും? P = 1/F എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. അപ്പൊ ഇതിങ്ങനെ വന്നു, ഡയോപ്റ്ററിലേക്ക് ഇതിങ്ങനെ വന്നു. ഇനി റിയൽ ഇമേജ് എന്തായിരിക്കും? അത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ട, റിയൽ ഇമേജ് ഇവിടെ ഇറക്റ്റും ഉണ്ട് ഇൻവേർട്ടഡും ഉണ്ട്. റിയലിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത് എന്താണ്? ഇൻവേർട്ടഡ് ആണ്. സോ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞത് റിയൽ ഇമേജിനോട് അടുത്ത് കിടക്കുന്നു. ഇനി ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ തല കീഴാൻ നിൽക്കുന്നത്. അപ്പോൾ HI നെഗറ്റീവും ഉണ്ട്, HI പോസിറ്റീവും ഉണ്ട്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് തല കീഴാൻ നിൽക്കുന്നതാണെങ്കിൽ അത് എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് HI/HO അതുപോലെ തന്നെ V/U. ഇനി പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് 1/Fഉം ഡയോപ്റ്ററും. റിയൽ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ HI നെഗറ്റീവ് ആയിരിക്കും. നന്നായി ഈ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.